പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 1 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവൻ അതിലൊരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതിയില്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടി ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രയീമിനും തൻ്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രയീം ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രയീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസേഫ് തൻ്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. യോസേഫിൻ്റെ വംശം ഫറവോന് തെളിവായി വന്നു. യോസേഫ് ആളയച്ച് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെ ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രയീമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്നു. ശേഖേമിൽ എമ്മോരിൻ്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ഒടുവിൽ യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു. നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തിടുവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രയീമിനെ അടിച്ചു കൊന്നു. പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ. തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദേവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പൂരി കളക. മിസ്രയീമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു. അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ
അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നെന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിൻ്റെ കൂടാരവും രേഫാൻ ദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിന് തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു ദാവീദിൻ്റെ കാലം വരെ വച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിൻ്റെ ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എൻ്റെ വിശ്രാമസ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കൈ അല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ഷാഢ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെന്ന പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ ഇവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു. നിങ്ങൾ ദേവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു, എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ളൊരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ആമേൻ.